എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സമാധാനം എന്നുള്ളത്. നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നതിന്, അല്ലെങ്കിൽ യാതൊരു മരുന്നിൻ്റെയും സഹായം ഇല്ലാതെ നമുക്ക് കിടന്നുടനെ നന്നായിട്ട് ഉറങ്ങുന്നതിന്, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്, ജോലി ചെയ്യുന്നതിന്, ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നതിനൊക്കെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം നിലനിർത്തുന്നതിന് ചില ചെറിയ ചെറിയ ടിപ്സ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവരോട് തോന്നുന്ന ഈഗോ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് മനസ്സിൽ നിന്ന് കളയുക എന്നുള്ളതാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യം, പക, വിദ്വേഷം, അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള കമ്പാരിസൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ്. നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇനി ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, വളരെ മസിൽ പിടിച്ച് ആരോടും സംസാരിക്കാതെ ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്യുക. കാരണം മറ്റുള്ളവർ തരുന്ന സ്നേഹം, സൗഹൃദം, റെസ്പെക്റ്റ് ഒക്കെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടിട്ട് അവരുടെ മനസ്സിൽ തോന്നേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് മറക്കാനും ക്ഷമിക്കാനും കഴിയുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളത് ആ ഒരു നെഗറ്റീവ് ഇമോഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നാൽ, അവരോടുള്ള ദേഷ്യം, വിദ്വേഷവും പകയും ഒക്കെ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സിന് തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ, അല്ലെങ്കിൽ അരുതാത്തതായിട്ട് പറഞ്ഞ വാക്കുകൾ, നമ്മളെ അവഗണിച്ചത്, നമ്മളെ വിഷമിപ്പിച്ചത്, ഇതൊക്കെ ഈ തന്ന സങ്കടങ്ങളൊക്കെ യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ നമുക്ക് മറന്നു കളയാൻ പറ്റുക, അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുമെങ്കിൽ അതും ചെയ്യുക എന്നുള്ളതാണ്. ഇനി നന്നായിട്ട് സെൽഫ് കെയർ, അല്ലെങ്കിൽ നമ്മളെ സ്വയം സ്നേഹിക്കുന്നതിന് സെൽഫ് ലവ്, ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തുക. നല്ല കേൾവിക്കാരാവുക. നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് കേൾക്കുക. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഇനി ജീവിതത്തിലെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഒരുപാട് എപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളിൽ വിഷമിക്കാതെ, ആ വിഷമങ്ങൾ നമ്മുടെ ഈ നിമിഷത്തിലെ സന്തോഷമാണ് നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ പാനിക് ആവാതെ, അല്ലെങ്കിൽ ഇമോഷണലി അതിനെ ഹാൻഡിൽ ചെയ്യാതെ നമുക്ക് ബുദ്ധിപൂർവ്വം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.